അധികാരികൾ തിരിഞ്ഞു നോക്കാതെ വന്നതോടെ കുടിവെള്ളത്തിനായുള്ള പോരാട്ടം തുടരുകയാണ് മൂച്ചിക്കുണ്ട് കോളനി നിവാസികൾ. കുടിവെള്ളം എന്നത് ഇവിടത്തുകാരുടെ 60 വർഷമായുള്ള ആവശ്യമാണ്. മാറി മാറി വന്ന സർക്കാരുകൾ പറഞ്ഞു പറ്റിച്ചതും ഈ പാവങ്ങളെ തന്നെ. മലപ്പുറം കൊണ്ടോട്ടി നഗരസഭയിലെ മൂച്ചിക്കുണ്ട് കോളനിയിലെ കുടിവെള്ളമെന്ന ആവശ്യത്തിന് 60 വർഷത്തിലധികം പഴക്കമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോളനിയിലെ മുഴുവൻ പേരും വോട്ട് ബഹിഷ്കരിച്ചതോടെ വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. അധികാരികളും ഈ ദുരിതത്തോട് മുഖം തിരിക്കുമ്പോൾ പോരാട്ടത്തിനിറങ്ങുകയാണ് മൂച്ചിക്കുണ്ട് നിവാസികൾ. ഇന്ന് ഞങ്ങൾക്ക് റോഡ് എത്തിയത് കൊണ്ട് ഞങ്ങൾ ആ വെള്ളം ഞങ്ങൾ തലേന്ന് മാറി എന്നല്ലാതെ ഞങ്ങൾ ടാങ്കർ ലോറികളെ ആശ്രയിക്കുകയാണ്. 800 മുതൽ 1200 രൂപ വരെ വില കൊടുത്താണ് ഞങ്ങൾ ഇന്ന് വെള്ളം വാങ്ങിയിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്നത്. അത് കുടിവെള്ളം മാത്രമല്ല, ഞങ്ങളുടെ മുമ്പിലേക്ക് എന്ത് വെള്ളത്തിന് ആവശ്യമുണ്ടോ എല്ലാ വെള്ളത്തിനും ഉപയോഗം ഈ ഒരു ഇതുകൊണ്ട് തീരണം. 2 ലിറ്റർ വെള്ളം വരിക. അതുകൊണ്ട് നമ്മൾ ഒരാഴ്ച പരമാവധി വരെ ഒരാഴ്ച ഈ വെള്ളം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. കുടിവെള്ളം മാത്രമല്ല, ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പണ്ട് കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകളൊന്നും അതായത് ജോലിക്കൊന്നും പോകാത്തത് കൊണ്ട് വീട്ടിലിരിക്കുന്നവർക്ക് ഇത് എവിടെന്നെങ്കിലും കണ്ടെത്തി കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്, വീട്ടിലെ സ്ത്രീകളാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയില്ല, നമ്മൾ എന്തൊരു കാര്യവും അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ല, അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങേ അറ്റം എന്താണെന്നുള്ളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് 5 കിലോമീറ്റർ പോകാണ്ട് വെള്ളത്തിൽ കുളിച്ച് ഇതാക്കിയാണ് വരുന്നത്. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടെ പോയി നമ്മൾ തലയിൽ വെച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ രസത്തിൽ നമ്മളങ്ങനെ എടുത്തുകൊണ്ട് പോരും വെള്ളം. പക്ഷേ ഇപ്പം അങ്ങനെ കൊണ്ടുവരാൻ പോകുന്ന സാധ്യതയില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് വെള്ളം അടിക്കലാണ്. എൻ്റെ വീട്ടിൽ വെള്ളത്തിനെങ്കിൽ 1500 രൂപ വേണം. അധികാരികളുടെ മുൻപിൽ വിഷയം പലതവണ അവതരിപ്പിച്ചിട്ടും അവഗണന മാത്രമാണ്. കടലാസിൽ പദ്ധതികൾ പലതുമുണ്ടെങ്കിലും ഒന്നുപോലും പ്രാവർത്തികമാകാത്തതിനാൽ കടുത്ത ശുദ്ധജല ക്ഷാമമാണ് മൂച്ചിക്കുണ്ട് നിവാസികൾ നേരിടുന്നത്. ജനം, മലപ്പുറം.